ഹോർമൂസ് കടലിടുക്കിന് സമീപം അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നാവിക സംഘർഷം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇറാനിയൻ പതാക വഹിച്ച തൂസ്ക എന്ന ചരക്ക് കപ്പൽ അമേരിക്കൻ സൈന്യം വെടിവെച്ചു നിർത്തി പിടിച്ചെടുത്തതോടെ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. മേഖലയിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അതിശക്തമായ ഈ സൈനിക നീക്കം നടന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അതീവ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് കപ്പൽ പിടിച്ചെടുത്തത്. അമേരിക്കയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലിന് നേരെ നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് നീങ്ങിയതാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ അമേരിക്കൻ സേനയെ പ്രേരിപ്പിച്ചത്. ഒടുവിൽ കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യമാക്കി അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്ന് വെടിയുതിർക്കുകയും കപ്പലിന്റെ ചലനശേഷി പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. കപ്പൽ നിശ്ചലമായതോടെ തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്കയുടെ 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിലെ സൈനികർ ആകാശമാർഗത്തിലൂടെ കപ്പലിലേക്ക് ഇറങ്ങി. ഹെലികോപ്റ്ററുകളിൽ നിന്ന് വടം വഴി അതിവേഗത്തിൽ താഴേക്കിറങ്ങുന്ന ഫാസ്റ്റ് റോപ്പിംഗ് രീതിയിലൂടെയാണ് മെറീനുകൾ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. സിനിമകളെ വെല്ലുന്ന രീതിയിൽ മിനിറ്റുകൾക്കുള്ളിൽ കപ്പൽ പൂർണ്ണമായും അമേരിക്കൻ സൈന്യത്തിന്റെ അധീനതയിലായി. ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ നേരിട്ടുള്ള സൈനിക നടപടികളിൽ ഒന്നാണിത്. ഈ സംഭവം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ കപ്പലിന് നേരെ യുദ്ധക്കപ്പൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ ആരോപിച്ചു. എന്നാൽ തങ്ങളുടെ ഉപരോധം ലംഘിക്കുന്ന ഏത് നീക്കത്തെയും സൈനികമായി നേരിടുമെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലെ ഈ പുതിയ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ എണ്ണ വിപണിയെയും സുരക്ഷയെയും ബാധിക്കുന്ന ഒരു മഹാപ്രതിസന്ധിയുടെ തുടക്കമാണ്. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിനും സൈനികർക്കെതിരെ നടന്ന ആക്രമണത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇതോടെ പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളം US സൈന്യം അതീവ ജാഗ്രതയിലാണ്. കപ്പൽ പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ആഗോള മാധ്യമങ്ങൾ ഈ സംഭവത്തെ കടലിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇറാൻ എത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുക എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. നയതന്ത്ര പരിഹാരങ്ങൾക്കുള്ള വാതിലുകൾ അടയുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.